ഗസയിൽ സഹായ വിതരണത്തിന് ആക്രമണം നിർത്തുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനം വെറും വാക്കായി. ഗസ സിറ്റിയിലടക്കം ബോംബിട്ട് 53 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. പട്ടിണി കാരണം 6 പേർ കൂടി ഇന്ന് ഗസയിൽ മരിച്ചു. അതിർത്തികൾ മുഴുവൻ തുറന്ന് ഭക്ഷണം എത്തിക്കാതെ പ്രതിസന്ധി തീരില്ലെന്ന് UN. ഗസയിലേക്ക് ജീവൻ രക്ഷാ വസ്തുക്കളുമായി പോയ ഫ്രീഡം ഫ്ലോട്ടില സഖ്യത്തിലെ ഹൻദല ബോട്ട് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുകയും യാത്രക്കാരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. MC നാസർ ചേരുന്നു. നാസർ, ആദ്യം തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്ന 10 മണിക്കൂർ പോലും അവർ പാലിക്കുന്നില്ല എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം. നിരവധി വാർത്തകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ട്. ഒപ്പം തന്നെ അങ്ങോട്ട് എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് ഏതൊക്കെ മേഖലയിലാണ്, ഇതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ ആ വാക്ക് മാറ്റുകയോ ഇല്ലെങ്കിൽ വാക്ക് പാലിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഇസ്രായേലിന്റെ നീക്കം എന്താണ്? തന്നെ ഇത് വലിയ തോതിലുള്ള അന്തർദേശീയ സമ്മർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് വന്നിരിക്കുന്ന ആ ഒരു കോട്ടം നികത്താനുള്ള ഒരു നീക്കം എന്ന നിലക്ക് കൂടിയാണ് ഇപ്പോൾ ചില ഇളവുകൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചില കേന്ദ്രങ്ങളിൽ വ്യോമമാർഗം ഈ ഭക്ഷണ വസ്തുക്കൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ചെറിയ രൂപത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് റഫ അതിർത്തി തുടർന്ന് വളരെ ചുരുങ്ങിയ 10-15 ട്രക്കുകൾക്ക് മാത്രമാണ് ഇതുവരെ ഈ രാത്രി വരെ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ കൂടുതൽ ട്രക്കുകൾ കടത്തിവിടാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് 3 കേന്ദ്രങ്ങളിൽ അൽമവാസി, ദെറുൽ ബലാഹ്, ഗസ സിറ്റി ഈ ഭാഗങ്ങളിൽ 10 മണിക്കൂർ നേരം വെടിനിർത്തൽ, രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെ ഈ വെടിനിർത്തൽ നീണ്ടു നിൽക്കും. ജീവകാരുണ്യ സംവിധാനം മുൻനിർത്തിക്കൊണ്ടാണ് ഈ വെടിനിർത്തൽ ഏർപ്പെടുത്തുന്നത് എന്നുകൂടി ഇസ്രായേൽ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്ന് മാത്രം ഈ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ 50-ലധികം പേർ മരണപ്പെട്ടതിൽ പകുതിയിലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ 3 കേന്ദ്രങ്ങളിലാണ്. അതിന്റെ അർത്ഥം ഇന്ന് ഇത്തരമൊരു വെടിനിർത്തൽ പ്രയോഗവൽക്കരിക്കാനോ അത് നടപ്പാക്കാനോ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, അന്തർദേശീയ ഈ സമ്മർദ്ദത്തെ മറികടക്കാനുള്ള ഒരു നീക്കം എന്നതിലപ്പുറത്ത് ഈ ഭക്ഷ്യവിതരണം ഒരു കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വ്യാപകമായിട്ടുള്ള പട്ടിണി ചെറുത്തുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം നൽകണമെന്ന ഒരു താല്പര്യവും ഇസ്രായേലിന്റെ ഈ തീരുമാനത്തിന് പിന്നിലില്ല. തൽക്കാലം യൂറോപ്യൻ യൂണിയനെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ സമ്മർദ്ദവും അതിനെ അതിജീവിക്കാനുള്ള വളരെ ഒരു പ്രഹസന സ്വഭാവത്തിലുള്ള നടപടികൾ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നീക്കവും മുന്നോട്ട് നടത്താനോ കൊണ്ടുപോകാനുള്ള ശ്രമവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാനുഷിക ദുരന്തം എന്നത് വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോകും. 6 കുട്ടികളടക്കം നിരവധി പേർ ഇന്നും പട്ടിണി മൂലം മരണപ്പെട്ടിട്ടുണ്ട്. അത് തടയുക എന്നതിന് വേണ്ടി എല്ലാ അതിർത്തികളും തുറക്കണമെന്നും ആ അതിർത്തികളിലൂടെ ഏറ്റവും ചുരുങ്ങിയത് 600 മുതൽ 700 ട്രക്കുകളെങ്കിലും നിത്യം ഗസയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഈ കൂട്ട പട്ടിണി മരണം എന്നത് കുറെ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ രാത്രിയിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. ഒപ്പം തന്നെ ഈ സഹായത്തിന്റെ വിവരങ്ങൾ കൂടി എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഭക്ഷണങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് എല്ലാവർക്കും ലഭിക്കുന്നത്? അപ്പൊ നമുക്കറിയാം എത്രത്തോളം മോശമായ അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ 5 പേർ ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലാണോ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത്? തന്നെ ആ അർത്ഥത്തിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്നൊരു സൂചനയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഇസ്രായേലിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം ഒക്കെ വന്നത്. പക്ഷേ ഇന്ന് പ്രയോഗതലത്തിൽ ഈ അർത്ഥത്തിലല്ല ഇസ്രായേൽ ഇതിനെ നോക്കിക്കാണുന്നത്. തൽക്കാലം ഒരു മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം എന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഇപ്പൊ പ്രധാനപ്പെട്ട ആയിരങ്ങൾ തമ്പടിച്ചിരിക്കുന്ന ഗസ സിറ്റിയെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. അവിടേക്ക് വളരെ ചുരുങ്ങിയ 2 ട്രക്കുകൾ മാത്രമാണ് ആ ഭാഗത്തേക്ക് എത്തിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കൻ ഗസയും മധ്യ ഗസയും ഈ 2 പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണവും മറ്റർത്ഥത്തിലുള്ള ആക്രമണവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രദേശങ്ങളിൽ എല്ലാ ഭക്ഷ്യവിതരണ സംവിധാനവും നിലച്ചിട്ടപ്പോൾ ദിവസങ്ങളായി ആ ഭാഗങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. അപ്പൊ റഫ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നീക്കം, അതിന് അപ്പുറത്തേക്ക് ഈ ഭക്ഷ്യവിതരണം ഇസ്രായേൽ ഈ ഗസയിൽ ഉടനീളം രൂപപ്പെടുത്തണമെങ്കിൽ യുനർവ ഉൾപ്പെടെയുള്ള UN ഏജൻസികളെ അവരെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് ചുമതല കൈമാറുകയും വേണം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരുന്നു, UN ഏജൻസിക്ക് എല്ലാവിധ ചുമതലയും നൽകും, അവർ കൂടി ഇതിൽ പങ്കാളികളാകണമെന്ന്. പക്ഷെ തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട യാതൊരു സഹകരണവും ഇസ്രായേൽ സൈനിക ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ട്രക്കുകൾ റഫ അതിർത്തി മുഖേനയും മറ്റും പിന്നെ കടത്തിവിടാനുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം വേണമെന്നാണ്
ഈ UN ഏജൻസികളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ വലിയ പ്രതിസന്ധി, ഈ കൂട്ടമരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഗസ നിവാസികളെ അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് വേണ്ടത്. പക്ഷെ ആ നടപടികൾ എടുക്കുന്നതിന് പകരം തങ്ങൾ ചിലത് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള മേഖലയിലെ പല രാജ്യങ്ങളും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സ്ഥിതി ഇനിയും കണ്ടു നിൽക്കാനാവില്ല, ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായും ഗസ അതിർത്തി, ഈ റഫ അതിർത്തി തുറന്നുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കാനുള്ള അടിയന്തര നീക്കം വേണമെന്ന് കൂടി ഈ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധന്യ. യെസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നുള്ള തരത്തിലുള്ള വലിയ സമ്മർദ്ദം ഇസ്രായേലിന്റെ പുറത്തുണ്ട്. അത്തരത്തിൽ ലോകരാജ്യങ്ങളിൽ ഏത് തരത്തിലാണ് ഇപ്പൊ തുടക്കത്തിലുണ്ടായിരുന്ന ആ ചർച്ചകൾ പോലും ഇല്ലെങ്കിൽ ആ സമ്മർദ്ദം പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനകത്തും അതല്ലാതെയും വന്നിരിക്കുന്ന ആ സമ്മർദ്ദം ഇസ്രായേലിനെ എത്രത്തോളം ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്? ഒപ്പം തന്നെ ഏത് തരത്തിലാണ് ലോകം, UN ഇപ്പോൾ ഇന്ന് പറഞ്ഞതനുസരിച്ചൊക്കെയുള്ള രീതിയിൽ ഏത് തരത്തിലാണ് ലോകം ഇപ്പോൾ ഗസയ്ക്കൊപ്പം ഫലസ്തീനൊപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്? തന്നെ ഏതാണ്ട് 21 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യ, തങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ ഈ വംശഹത്യ നടത്തും, അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഈ ജനങ്ങളെ കൊന്നൊടുക്കുകയോ അതല്ലെങ്കിൽ പുറന്തള്ളിയോ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്ന ഒരു ധിക്കാരപരമായിട്ടുള്ള സമീപനമായിരുന്നു തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കൈകാര്യം ചെയ്തിരുന്നതും. ആ അർത്ഥത്തിലുള്ള പിന്തുണയാണ് നെതന്യാഹുവിന് അമേരിക്കയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരുന്നതും. അതുകൊണ്ടാണ് ഈ സ്ഥിതി ഇത്രയേറെ വഷളാക്കുകയും ആയിരങ്ങൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കൂട്ടുത്തരവാദിത്തം അമേരിക്കക്ക് കൂടിയുണ്ട്. എല്ലാ അർത്ഥത്തിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ പോലും നിർബാധം എത്തിച്ചുകൊണ്ടാണ് ഈ വംശഹത്യക്ക് സാധ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നിലനിൽക്കെ തന്നെയാണ് ഇപ്പൊ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണ് അതിശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായത്. സെപ്റ്റംബറിലെ UN പൊതുസഭ ചേരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഈ പലസ്തീൻ രാഷ്ട്രത്തിന് പൂർണ്ണ പിന്തുണ തങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. തുടർന്ന് ബ്രിട്ടനും സമാനമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനം വന്നു. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് അത്തരമൊരു നീക്കം വരുന്നതിനെ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും വലിയ തോതിൽ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ആ പ്രസ്താവനക്കെതിരെ ട്രംപും നെതന്യാഹുവും വളരെ ശക്തമായിട്ട് ഇന്നലെ രംഗത്ത് വന്നു. ഇത് ഹമാസിനുള്ള ഒരു തുറന്ന പിന്തുണയാണെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇന്നും ഫ്രാൻസിന്റെയും അതോടൊപ്പം തന്നെ ബ്രിട്ടന്റെയും ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ ഏറ്റവും സൗഹൃദ രാജ്യങ്ങൾ പോലും ഈ അർത്ഥത്തിൽ മാറിയിരിക്കുന്നതാണ് കുറച്ച് സൈനികമായിട്ടുള്ള ചില ഇളവുകൾ നൽകാൻ ഇപ്പോൾ ഇസ്രായേലിനെ കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ യൂറോപ്യൻ നഗരങ്ങളിലും മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ വലിയ തോതിൽ പ്രക്ഷോഭം ശക്തിയാർജിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഒരു കപ്പൽ, ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇന്നലെ രാത്രി പൂർണ്ണമായിട്ടും സൈന്യം കയ്യേറുകയും ആ കപ്പലിലുള്ള 21ഓളം സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ആ കപ്പൽ ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ ഒരു തുറമുഖത്ത് അടുപ്പിച്ചിരിക്കുകയാണ്. ആ കപ്പൽ വിട്ടുകൊടുക്കാനുള്ള നീക്കമുണ്ടാവില്ല. അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരെ എപ്പോൾ വിടുമെന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇസ്രായേൽ നേതൃത്വം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്തായാലും ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ വളരെ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മുഖം രക്ഷിക്കൽ നടപടി. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രതിസന്ധി തീരുകയില്ല. അറബ് രാജ്യങ്ങളും വളരെ ശക്തമായി അമേരിക്കയ്ക്ക് മുകളിൽ തങ്ങളുടെ സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധന്യ. അതാണ് ഇപ്പം നമുക്കറിയാം, നമ്മൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഫോട്ടോസിലായും വീഡിയോസും റിപ്പോർട്ടുകളായാലും ജേർണലിസ്റ്റുകളുടെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ നമുക്കറിയാം അടുത്ത തലമുറ എന്നത് ഈ കൊടും പട്ടിണിയുടെ അതാണ് ഉന്മൂലനം ചെയ്യപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഹമാസിന്റെ അതായത് മുഖം തിരിക്കുന്നത് ഹമാസ് ആണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇല്ലെങ്കിൽ ട്രംപ് ഉൾപ്പെടെ എടുക്കേണ്ടിയിരുന്നത്. അപ്പം നിരവധി ചർച്ചകൾ നടന്നു, വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എടുക്കേണ്ട നിലപാടിലായി വരാൻ എന്തെങ്കിലും സാധ്യതകൾ ഇപ്പം US ഭാഗത്തു നിന്നെങ്കിലും ഒരു പ്രഷർ എന്ന രീതിയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമുക്ക് കാണാമോ?
ധന്യ, നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് വിഭാഗങ്ങൾക്കിടയിൽ നിരവധി പ്രതിനിധികൾ, അമേരിക്കൻ കോൺഗ്രസിലെ ഒട്ടേറെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം ഇത് അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, അന്തർദേശീയ മനുഷ്യാവകാശങ്ങൾക്ക് വളരെ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളും നടപടികളുമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനതയെ ഒരുമിച്ച് പട്ടിണിക്കിട്ടുകയും അവരെ ക്രൂരമായിട്ട് ആക്രമണം നടത്തി കൊലപ്പെടുത്തുകയും നിത്യേന 100-ലേറെ പേരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അത് മേഖലയുടെ മൊത്തം സുരക്ഷയെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ട്രംപ് ഭരണകൂടം വളരെ ശക്തമായി തന്നെ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ വംശഹത്യ നിർത്താനുള്ള നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വന്തം പാർട്ടിയിലെ പോലും നിരവധി അംഗങ്ങളാണ്. അത്തരമൊരു സാഹചര്യം ഒരുപക്ഷെ ട്രംപ് ഭരണകൂടം പോലും കണക്ക് കൂട്ടിയിരുന്നില്ല. അതുകൊണ്ട് എല്ലാം ഹമാസിലേക്ക് പഴിചാരിക്കൊണ്ട് തന്ത്രപരമായിട്ട് പിൻവാങ്ങുകയും എന്നിട്ട് ഇസ്രായേലിന് ഈ സൈനിക അധിനിവേശം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതുകൂടിയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പക്ഷെ അതിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. കാരണം ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളെപ്പോലും കൂടുതൽ അപകടത്തിലാക്കുന്ന ഒരു നീക്കമായിരിക്കും ഇതെന്ന ഒരു തിരിച്ചറിവിലേക്ക് വൈകിയാണെങ്കിലും ഇപ്പോൾ ട്രംപ് ഭരണകൂടം വരുന്നുണ്ട്. പക്ഷേ പ്രയോഗതലത്തിൽ ഈ യുദ്ധാനന്തര ഗസ അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഒരു പ്രതിസന്ധി എങ്ങനെ തീർക്കുമെന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയും ഇപ്പോൾ അമേരിക്കയുടെയും മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരുന്നു എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും വ്യക്തമാക്കുന്നത്. ചർച്ചകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ചില അനൗപചാരിക സ്വഭാവത്തിലാണെങ്കിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് വിജയിച്ചിട്ടില്ല എങ്കിൽ ഈ വംശഹത്യ അതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിലും തുടരുക എന്ന പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ധന്യ. ശരി MC. പട്ടിണി പിടിമുറുക്കിയ ഗസയിലേക്ക് സഹായ വിതരണം ഊർജിതമാക്കി UAE. രഫ അതിർത്തിയിലൂടെ ഭക്ഷണവും മരുന്നുമായി ഇന്ന് ട്രക്കുകൾ ഗസയിലെത്തി. UAEയുടെ 193 വിമാനങ്ങളാണ് ഗസയുടെ ആകാശത്ത് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പട്ടിണി പിടിമുറുക്കിയ ഗസയിലേക്ക് സഹായങ്ങൾ എത്തുന്നത്. ഗസയിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നത് തടഞ്ഞിരുന്ന ഇസ്രായേൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് കരവ്യോമാതിർത്തികളിൽ ഇളവ് നൽകിയതോടെയാണ് UAE ഗസയ്ക്കായുള്ള സഹായ വിതരണം ഊർജിതമാക്കിയത്. റഫ അതിർത്തിയിലൂടെ ചുരുക്കം ചില ട്രക്കുകൾ ഇന്ന് മരുന്നും അവശ്യവസ്തുക്കളുമായി ഗസയിൽ പ്രവേശിച്ചു. UAE 193 വിമാനങ്ങളിൽ 3725 ടൺ അവശ്യവസ്തുക്കൾ ഗസയുടെ ആകാശത്ത് നിന്ന് എയർ ഡ്രോപ്പ് ചെയ്തു. യാതന നേരിടുന്ന ഫലസ്തീൻ കുടുംബങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ഭക്ഷണം, ദുരിതാശ്വാസ വസ്തുക്കൾ എന്നിവയാണ് എത്തിച്ചതെന്ന് UAE ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. ജോർദാന്റെ കൂടി സഹകരണത്തോടെ നന്മയുടെ പക്ഷികൾ എന്ന പേരിലായിരുന്നു എയർ ഡ്രോപ്പിംഗ്. കരമാർഗവും കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് പറഞ്ഞു. മീഡിയ 1 ദുബായ്. ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിലേക്ക് കൂടുതൽ സഹായവുമായി ഖത്തർ. അവശ്യവസ്തുക്കൾ അടങ്ങിയ 49 ട്രക്കുകളാണ് ഗസയിലെത്തുന്നത്. 1 ലക്ഷത്തിലേറെ പേർക്ക് സഹായത്തിന്റെ ഗുണഫലം ലഭിക്കും. 30,000-ഓളം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന 4,704 ഫുഡ് പാർസലുകൾ, 50,000 പേർക്കുള്ള ഭക്ഷണ കൂടകൾ, 43,000 ആളുകൾക്ക് ഗുണഫലം ലഭിക്കുന്ന 174 ടൺ ധാന്യപ്പൊടികൾ, 5,000 യൂണിറ്റ് ബേബി ഫുഡ് എന്നിവയാണ് ഖത്തറിന്റെ സഹായം. ഈജിപ്തിലും ജോർദാനിലുമാണ് അവശ്യ വസ്തുക്കൾ വഹിച്ചുള്ള ട്രക്കുകൾ ഇപ്പോഴുള്ളത്. കെറം ഷാലോം റഫ അതിർത്തി വഴി ഇവ വൈകാതെ ഗസയിൽ പ്രവേശിക്കും. മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ഗസയിലേക്ക് സഹായമെത്തിക്കുന്നതിനായി മാനുഷിക ഇടനാഴി തുറക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സമ്മതിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ദുരിതബാധിതർക്കുള്ള സഹായമെത്തുന്നത്. ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ്, ഖത്തർ ചാരിറ്റി, ഖത്തർ റെഡ് ക്രസന്റ് എന്നീ സംഘടനകളുമായി ചേർന്നാണ് സഹായ വിതരണം. ഗസ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയിൽ ഇസ്രായേൽ നിലപാടിനെ ഖത്തർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഫലസ്തീനികൾക്കെതിരെ ഭക്ഷണവും പട്ടിണിയും ജൂതരാഷ്ട്രം യുദ്ധായുധമായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഖത്തറിന്റെ വിമർശനം. വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഖത്തർ സ്ഥിരം പ്രതിനിധി ചൂണ്ടിക്കാട്ടിയിരുന്നു. മീഡിയ 1 ദോഹ. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഖത്തറിൽ ജോലിക്ക് പ്രവേശിക്കാൻ പ്രയാസം നേരിടുന്നതായി പരാതി. ഖത്തറിലെ എഞ്ചിനീയറിംഗ് ലൈസൻസിംഗ് അതോറിറ്റിയായ UPDAയുടെ അംഗീകാരം യൂണിവേഴ്സിറ്റിക്ക് ഇല്ലാത്തതാണ് പ്രശ്നം. സർക്കാർ സ്ഥാപനങ്ങളടക്കം ഖത്തറിലെ പ്രമുഖ കമ്പനികളിൽ എഞ്ചിനീയറായി ജോലി ലഭിക്കണമെങ്കിൽ അർബൻ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ
UPDAയുടെ ലൈസൻസ് സ്വന്തമാക്കണം. UPDAയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദമെടുത്തവർക്ക് മാത്രമേ ഈ ലൈസൻസ് ലഭിക്കൂ. രൂപീകരിച്ച് 11 വർഷം കഴിഞ്ഞിട്ടും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഈ അംഗീകാരം ലഭിച്ചിട്ടില്ല. ഇതുമൂലം നിരവധി ഉദ്യോഗാർത്ഥികളാണ് പ്രയാസപ്പെടുന്നത്. ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ നമ്മുടെ ഇപ്പോൾ അത് മനസ്സിലാക്കിയ പല കുട്ടികളുടെയും കേസ് അനുസരിച്ച് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് മുനിസിപ്പൽ അഫയേഴ്സിൽ അത് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് സ്കൂൾ ഇക്വലൻസി, യൂണിവേഴ്സിറ്റി ഇക്വലൻസി ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സിൽ കോൺടാക്ട് ചെയ്യണം. ഫോറിൻ അഫയേഴ്സ് എംബസി അത് പിന്നെ ഡൽഹിയിലുള്ള ഖത്തർ എംബസി, അവിടെ നിന്ന് നമ്മുടെ അതോറിറ്റീസ് KTUവിനെ കോൺടാക്ട് ചെയ്തിട്ട് അതിങ്ങനെ കറങ്ങി വരുമ്പോൾ കുറഞ്ഞത് 4 മാസം മുതൽ 6 മാസം വരെ സമയമെടുക്കുകയാണ്. വളരെ അനായാസം ലഭിക്കുന്ന ലൈസൻസ് ഇപ്പോൾ 4 മാസത്തിലേറെ നീണ്ട പ്രക്രിയയിലൂടെയാണ് ഉദ്യോഗാർത്ഥികൾ സ്വന്തമാക്കുന്നത്. പലപ്പോഴും ഓഫർ ലഭിച്ച ജോലി നഷ്ടപ്പെടാനും ഇത് ഇടവരുത്തുന്നു. ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകവും മറ്റ് ഒരുപാട് നമ്മൾ അറിയപ്പെടാത്ത തന്നെയുള്ള ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുമ്പോഴത്തേക്ക് KTU അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്, അതിൻ്റെ എഡ്യൂക്കേഷൻ വിങ്, ഇൻ്റർനാഷണൽ വിങ്ങോ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അവർ ഇവരെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എംബസിയെ കോൺടാക്ട് ചെയ്തിട്ട്, കാരണം ധാരാളം കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഈ നാടുകളിൽ വന്നിട്ടാണ് ജോലി ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളും ഖത്തറിലെ മന്ത്രാലയങ്ങളുടെ ലിസ്റ്റിലുണ്ട്. എന്നാൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. ഖത്തറിലെ എഞ്ചിനീയറിംഗ് കൂട്ടായ്മകൾ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രധാനമായിട്ടും അതിന് വരുന്ന ഡിലേ എന്ന് പറയുന്നത് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വാലൻസി സർട്ടിഫിക്കറ്റൊക്കെ നേടേണ്ടി വരുന്നത് സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇവിടെയുള്ള റെക്കഗ്നൈസ്ഡ് ലിസ്റ്റിൽ വരാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിന് ലിസ്റ്റിൽ വരുത്തിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ഫോറം അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത്. അതിനുവേണ്ടി നമ്മളൊരു സബ് കമ്മിറ്റി തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ പോലെ തന്നെ നാട്ടിൽ KTU ഡീനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. KTU വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലകളിലേക്ക് അനായാസം കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1. വേനലവധിക്ക് ശേഷം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ഈ ആഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. അവധിയായതോടെ നാട്ടിലായിരുന്ന മലയാളികളടക്കമുള്ള പ്രവാസി കുടുംബങ്ങൾ ഒമാനിൽ തിരിച്ചെത്തി തുടങ്ങി. സ്കൂൾ അവധി കണക്കാക്കി നാട്ടിൽ പോയ മലയാളി കുടുംബങ്ങൾ ഒമാനിൽ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂൾ ഗോബ്ര കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ തിങ്കളാഴ്ചയും ഇന്ത്യൻ സ്കൂൾ ദാർ സെയ്ദ് ചൊവ്വാഴ്ചയും തുറക്കും. മറ്റ് ഇന്ത്യൻ സ്കൂളുകളും അടുത്ത ആഴ്ചയോടുകൂടി പൂർണ്ണമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ചൂട് കാര്യമായി ഒമാനിൽ കുറഞ്ഞിട്ടില്ല. നിലവിൽ പലയിടത്തും 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയാണ് അനുഭവപ്പെടുന്നത്. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ പല ഇന്ത്യൻ സ്കൂളുകളും വേനലവധിക്ക് മുമ്പ് പ്രവർത്തന സമയങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു. സ്കൂൾ തുറക്കുന്നതോടെ തന്നെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തോടൊപ്പം നടന്ന സാംസ്കാരിക കലാപരിപാടികളുടെ പരിശീലനവും മറ്റും വരും ദിവസങ്ങളിൽ ആരംഭിക്കും. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി വിപണിയും സജീവമായിട്ടുണ്ട്. പ്രധാന മാളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ബാക്ക് ടു സ്കൂൾ ഓഫറുകളും ആരംഭിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം നിലവിൽ പഠനോപകരണങ്ങളുടെ വിൽപ്പനയുടെ തിരക്കിലാണ്. മീഡിയ 1, മസ്കത്ത്. ഒമാനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക്. കരാർ ഏതാണ്ട് അന്തിമമായെന്ന് യൂറോപ്യൻ യൂണിയനുമായും US-ഉമായുമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് എന്ന് ഔദ്യോഗികമായി വിളിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ജനുവരിയിൽ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാർ ഏതാണ്ട് അന്തിമമായെന്ന് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ 2023 നവംബറിലാണ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ. ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും. ഇന്ത്യയിൽ നിന്ന് ഇരുമ്പ്, ഉരുക്കുൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, മിഷനറി, തുണിത്തരങ്ങൾ, മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി ഒമാനിലേക്ക് വർദ്ധിക്കും. GCC രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 3ാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് ഒമാൻ. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. സൗദിയിലെ ഫാർമസി ജോലികളിൽ 35 മുതൽ 65 വരെ
സൗദിവൽക്കരണം പ്രാബല്യത്തിലായി. 6 മാസം മുൻപ് മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ച തീരുമാനമാണ് ഇന്നു മുതൽ നടപ്പിലായത്. ജനറൽ ഫാർമസികൾ, സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലെ ഫാർമസികൾ, ആശുപത്രിക്കകത്തെ ഫാർമസികൾ എന്നിവിടങ്ങളിലെല്ലാം പുതിയ നിയമം ബാധകമാകും. നിയമം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികളുടെ ജോലി നഷ്ടത്തിനിടയാക്കും. കഴിഞ്ഞ ജനുവരി 26-ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ച ഫാർമസി മേഖലയിലെ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിലായി. പദ്ധതി നടപ്പിലാക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച 6 മാസത്തെ സാവകാശം ഇന്നലെയോടെ അവസാനിച്ചിരുന്നു. സൗദി പൗരന്മാരെ ഉൽപ്പാദനക്ഷമമാക്കുകയും അവർക്ക് സ്ഥിരതയുള്ളതും ഉത്തേജകവുമായ തൊഴിൽ അന്തരീക്ഷം രാജ്യത്തുടനീളം വളർത്തിയെടുക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി. തൊഴിൽ വിപണിയിൽ പൗരന്മാരുടെ പങ്കാളിത്തം ഇതുവഴി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രാലയം കണക്കുകൂട്ടുന്നു. വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത്. ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35%, ആശുപത്രി ഫാർമസികളിൽ 65%, ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ, മരുന്ന് മൊത്തവിതരണ കമ്പനികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ 55% തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാൻ നിർദ്ദേശിക്കുന്നതാണ് നിയമം. പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സ്ഥാപനങ്ങൾ പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾക്കും മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സേവനങ്ങൾക്ക് വിലക്കും നേരിടേണ്ടി വരും. ജനറൽ ഫാർമസിസ്റ്റ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫാർമസിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ എന്നിവ ഉൾപ്പെടെ 22 അംഗീകൃത തൊഴിലുകളാണ് സ്വദേശിവൽക്കരണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വദേശി ഫാർമസിസ്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ വേതനം 7000 റിയാലായി നിശ്ചയിച്ചുള്ള ഉത്തരവും ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഫാർമസിസ്റ്റ് മേഖലയിലെ സ്വദേശിവൽക്കരണ അനുപാതം കണക്കാക്കുന്നതിന് അടിസ്ഥാന വേതന നിയമവും പരിഗണിക്കപ്പെടും. നിയമം പ്രാബല്യത്തിലായതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടമാകും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ വിവിധയിടങ്ങളിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ഇന്നു മുതലായിരിക്കും മഴ കനക്കുക. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ്. മക്ക, അൽബാഹ, അസീർ, നജ്റാൻ, ജീസാൻ എന്നിവിടങ്ങളിലാണ് മഴ സാധ്യത. മഴവെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, താഴ്വരകൾ എന്നിവ ശ്രദ്ധിക്കണമെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിലുണ്ട്. സൗദിയിൽ ഭക്ഷ്യമരുന്ന് ഉൽപാദന വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. ജൂണിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയത് 500ഓളം നിയമലംഘനങ്ങളാണ്. ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയ 28 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഭക്ഷ്യ മരുന്നുൽപാദന വിതരണ മേഖലയിൽ പരിശോധന ശക്തമാക്കി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. ജൂണിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ പിടികൂടി. 2805 സ്ഥാപനങ്ങളിലായി നടത്തിയ 3631 പരിശോധനകളിൽ 471 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 28 സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു. 10,000-ത്തിലധികം ഉപയോഗിച്ചതും കേടുവന്നതുമായ മെഡിക്കൽ ഉപകരണങ്ങളും സാധനങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തതായി അതോറിറ്റി വെളിപ്പെടുത്തി. ഉൽപ്പന്ന സുരക്ഷയെ ബാധിക്കുന്ന ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നും ആവശ്യമായ ലൈസൻസുകൾ നേടാത്തതിനുമാണ് 28 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത്. 7 ഉൽപാദന ലൈനുകളും താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. 318 തരം നിയമലംഘന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായും അതോറിറ്റി വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ നിരവധി ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയ ഒരു ഭക്ഷ്യ ഫാക്ടറിയും അടച്ചുപൂട്ടിയവയിൽ ഉൾപ്പെടും. ശുചിത്വക്കുറവ്, ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്റെ അഭാവം, ഗുണനിലവാര സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിലെ പരാജയം, ആവശ്യമായ ലബോറട്ടറി പരിശോധനകൾ നടത്തുന്നതിലെ വീഴ്ച എന്നിവ നിയമലംഘനങ്ങളായി പരിഗണിക്കും. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ സിറിയൻ സയാമിസ് ഇരട്ടകളുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. 24 വിദഗ്ധരടങ്ങുന്ന സംഘമാണ് മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കുട്ടികളെ വേർപെടുത്തിയത്. 66ാമത്തെ വേർപെടുത്തൽ ശസ്ത്രക്രിയയാണ് ഇതോടെ സൗദിയിൽ പൂർത്തിയാകുന്നത്. ശരീരത്തിലെ വയറും നെഞ്ചും ഒട്ടിപ്പിടിച്ച് മുഖത്തോട് മുഖം ചേർന്ന രൂപത്തിലായിരുന്നു 1.5 വയസ്സുള്ള കുഞ്ഞു സെലീനും ഇലീനും. ഇന്ന് ഉച്ചയോടെ ഏറെ ശ്രമകരമായ ദൗത്യത്തിനാണ് കിങ് അബ്ദുള്ള ചിൽഡ്രൻസ് ആശുപത്രിയിൽ തുടക്കമായത്. മാതാപിതാക്കളും സ്ക്രീനിൽ സർജറി തത്സമയം കാണുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകളുടെ മണിക്കൂറുകൾ. ഒടുവിൽ ഇരുവരുടെയും മുഖത്ത് സന്തോഷ കണ്ണീർ. ഡോക്ടർ അബ്ദുള്ള റബിയയുടെ നേതൃത്വത്തിൽ 24 പേരടങ്ങുന്ന മെഡിക്കൽ സംഘം വേർപെടുത്തൽ വിജയകരമായി പൂർത്തിയാക്കി.
66ാമത്തെ ശസ്ത്രക്രിയയാണ് സൗദിയിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. 35 വർഷത്തിനിടെ 27 രാജ്യങ്ങളിൽ നിന്നുള്ള 151 സയാമീസ് ഇരട്ടകളുടെ ചികിത്സയിൽ സൗദി ആവശ്യമായ പരിചരണങ്ങൾ നൽകി. മനുഷ്യത്വത്തിന്റെയും ശാസ്ത്ര പുരോഗതിയുടെയും പ്രതീകമാണ് സൗദിയുടെ നേട്ടമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഒമാനിൽ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ സൂക്ഷിച്ചോളൂ. നിങ്ങളെ AI നിരീക്ഷിക്കുന്നുണ്ട്. ഒമാനിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് AI ക്യാമറകൾ വ്യാപിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. നഗരകേന്ദ്രങ്ങളിലും ഗവർണറേറ്റുകളിലും സമഗ്രമായ ട്രാഫിക് നിരീക്ഷണം ഉറപ്പാക്കും. ഒമാനിൽ പുതുതായി ഒരുക്കിയ AI ക്യാമറ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. പ്രധാന കവലകളെയും ഹൈവേകളെയും ലക്ഷ്യമിട്ട് ഇത് ഉൾപ്പെടുത്തുമെന്ന് റോയൽ ഒമാൻ ട്രാഫിക് വിഭാഗം പറയുന്നു. നഗരകേന്ദ്രങ്ങളിലും ഗവർണറേറ്റുകളിലും സമഗ്രമായ ട്രാഫിക് നിരീക്ഷണം ഉറപ്പാക്കും. കൂടാതെ ഉയർന്ന ഗതാഗത തിരക്കും സുരക്ഷാ മുൻഗണനകളുമുള്ള പ്രദേശങ്ങളിലും തെരഞ്ഞെടുത്ത ഹൈവേകളിലും സംവിധാനം സജ്ജമാക്കും. പ്രധാന ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം ഡെലിവറി മേഖലയിൽ ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട വാഹനങ്ങളുമായും ഡ്രൈവർമാരുടെയും ആവർത്തിച്ചുള്ള ഗതാഗത ലംഘനങ്ങൾ ട്രാക്ക് ചെയ്യുന്ന തരത്തിലാണ് AI സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വേഗത, സിഗ്നൽ ലംഘനങ്ങൾ, ശ്രദ്ധ തിരിക്കുന്ന ഡ്രൈവിംഗ്, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ തുടങ്ങിയ ഒന്നിലധികം ലംഘനങ്ങൾ ഒരേ സമയം കണ്ടെത്തുന്നതിന് സിസ്റ്റം നൂതന AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്രങ്ങളിലേക്ക് റെക്കോർഡ് ചെയ്ത ഡാറ്റകൾ അയക്കുകയും ചെയ്യും. വാഹനം ഓടിക്കുമ്പോഴുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതുമാണ് ഒമാനിലെ റോഡ് അപകടങ്ങൾക്കും മരണത്തിനും പ്രധാനമായും കാരണമാകുന്നത്. ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് പോയിന്റ് സംവിധാനവും നടപ്പാക്കും. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ മാറ്റം വരുത്തി. കുവൈത്തികൾക്കും GCC പൗരന്മാർക്കും ലൈസൻസിന് ഇനി മുതൽ 15 വർഷവും പ്രവാസികൾക്ക് 5 വർഷവുമായിരിക്കും കാലാവധി. 7 യാത്രക്കാരിൽ കുറവുള്ള സ്വകാര്യ വാഹനങ്ങൾ, 2 ടണ്ണിൽ താഴെ ലോഡ് കപ്പാസിറ്റിയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ടാക്സികൾ, ആംബുലൻസുകൾ എന്നിവയ്ക്കാണ് സ്വകാര്യ ലൈസൻസ് അനുവദിക്കുക. ഇതിനിടെ 66,584 ഡ്രൈവിംഗ് ലൈസൻസുകൾ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയതായും അറിയിച്ചു. കുവൈത്തിലുടനീളമുള്ള ടയർ മാലിന്യ കൂമ്പാരങ്ങൾ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ ഭീഷണിയാണെന്ന് മുനിസിപ്പൽ കൗൺസിൽ അംഗം അലിയ അൽ ഫാർസി. 1 വർഷം മുൻപ് മുനിസിപ്പൽ കൗൺസിലിന്റെ പരിസ്ഥിതി കമ്മിറ്റി നടത്തിയ ശില്പശാലയിലെ തീരുമാനങ്ങൾ ഇനിയും നടപ്പാക്കാത്തതിൽ ഫാർസി അതൃപ്തി പ്രകടിപ്പിച്ചു. ശുദ്ധമായ പരിസ്ഥിതിക്കായുള്ള അടിയന്തര ശുചീകരണ പദ്ധതികൾക്ക് സർക്കാർ പ്രാധാന്യം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഗ കുവൈറ്റ് എയർവേസ് ചെയർമാൻ ക്യാപ്റ്റൻ അബ്ദുൾ മോഹ്സിൻ സാലിം അൽ ഫഖാനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യക്കും കുവൈറ്റിനുമിടയിൽ വർദ്ധിച്ചുവരുന്ന യാത്രക്കാരുടെ തിരക്ക്, കുവൈറ്റ് പൗരന്മാർക്ക് ഇന്ത്യ അടുത്തിടെ ആരംഭിച്ച വിസ, മറ്റ് വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. തുർക്കിയിലെ ബർസ പ്രവിശ്യയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ബർസയിൽ കഴിയുന്ന കുവൈറ്റ് പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്താംബൂളിലെ കുവൈറ്റ് ജനറൽ കോൺസുലേറ്റ് അറിയിച്ചു. തീപിടുത്തം നടക്കുന്ന പ്രദേശങ്ങളും അതിനടുത്തുള്ള പ്രദേശങ്ങളും ഒഴിവാക്കണമെന്നും കോൺസുലേറ്റ് ആഹ്വാനം ചെയ്തു. ബർസയിലെ ഔദ്യോഗിക അധികൃതർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും ആവശ്യപ്പെട്ടു. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കോൺസുലേറ്റുമായി ഉടൻ ബന്ധപ്പെടണമെന്നും കോൺസുലേറ്റ് അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി ഫെസ്റ്റിവൽ ഒരുക്കാനൊരുങ്ങി സൗദി അറേബ്യ. റിയാദ് സീസൺ 6ാം പതിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും ഫെസ്റ്റ്. ലോകപ്രശസ്ത കൊമേഡിയൻ കെവിൻ ഹാർട്ട് അടക്കം 50-ലധികം അന്താരാഷ്ട്ര കൊമേഡിയന്മാർ ഫെസ്റ്റിൽ പങ്കെടുക്കും. ജനറൽ എന്റർടൈൻമെന്റ്സ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ. റിയാദ് സീസൺ 6ാം പതിപ്പിന്റെ ഭാഗമായാണ് കോമഡി ഫെസ്റ്റിവൽ ഒരുക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോമഡി ഫെസ്റ്റിവൽ ആയിരിക്കും ഇത്. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 9 വരെ റിയാദിലെ ബുളേവാർഡ് സിറ്റിയിലായിരിക്കും ഫെസ്റ്റിവൽ. കെവിൻ ഹാർട്ട്, സെബാസ്റ്റ്യൻ മാനിസ്കൽക്കോ, റസൽ പീറ്റേഴ്സ് അടക്കം 50-ലധികം അന്താരാഷ്ട്ര കൊമേഡിയന്മാർ ഫെസ്റ്റിന്റെ ഭാഗമാകും. സ്റ്റാൻഡപ്പ് ഷോ, ടോക്ക് ഷോ, കോമഡി വർക്ക്ഷോപ്പുകൾ, ഇന്ററാക്റ്റീവ് സെഷനുകൾ തുടങ്ങിയവയായിരിക്കും പ്രധാന പരിപാടികൾ. ആദ്യമായാണ് കോമഡി ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമാകുന്നത്. ഇതോടൊപ്പം മ്യൂസിക് പരിപാടികൾ, ഫുട്ബോൾ, ബോക്സിംഗ്, വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ, എക്സിബിഷൻ തുടങ്ങിയവയും സീസണിന്റെ ഭാഗമാകും. സിറിയ ആയിരിക്കും ഇത്തവണത്തെ അതിഥി രാജ്യം. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബൈയിലേക്ക് ഈ വേനൽക്കാലത്ത് കുടുംബത്തോടൊപ്പം വരുന്ന സഞ്ചാരികളെ സുവനീർ പാസ്പോർട്ട് നൽകി സ്വീകരിക്കും. ദുബായ് GDRFയാണ് ഇത് നടപ്പാക്കുന്നത്. ദുബായ് സന്ദർശനത്തിന്റെ ഓർമ്മയായി സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും ഈ പാസ്പോർട്ടുകൾ. പേജിലെ QR കോഡ് സ്കാൻ ചെയ്താൽ ദുബായിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വിവരവും സഞ്ചാരികൾക്ക് ലഭിക്കും.
ബഹ്റൈനിൽ 2 വർഷ കാലയളവിനുള്ളിൽ സർക്കാർ ഭവന പദ്ധതിക്ക് കീഴിൽ 7000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. അതിവേഗം പൂർത്തിയാക്കുന്ന 11 ഭവന നിർമ്മാണ പദ്ധതികളുടെ ഭാഗമാണിത്. സ്വദേശി പൗരന്മാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പാർപ്പിട പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് പാർപ്പിട നഗരാസൂത്രണകാര്യമന്ത്രി ആമിന ബിൻത് അഹമ്മദ് അൽ റുമൈഹി പറഞ്ഞു. ഭവന നിർമ്മാണ പൂർത്തീകരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ 100-ലധികം ഭവന യൂണിറ്റുകൾ കൈമാറാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഡെൽമോൺ ഗേറ്റുമായി സഹകരിച്ച് സൽമാൻ സിറ്റിയിൽ നടപ്പാക്കുന്ന പദ്ധതി 79% പൂർത്തിയായിട്ടുണ്ട്. 131 ഭവന യൂണിറ്റുകളാണ് ഇവിടെയുള്ളത്. അൽസറായ കമ്പനിയുമായി സഹകരിച്ച് ബുഹൈറിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ 59% പൂർത്തിയാക്കി. 76 ഭവന യൂണിറ്റുകൾ ഇവിടെയുണ്ടാകും. വീടുകളുടെ നിർമ്മാണവും അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസനവും ഒരേ സമയം നടത്തുന്നത് വഴി സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കാനും ഗുണഭോക്താക്കൾക്ക് കൈമാറാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 25,000 വീടുകൾ പൗരന്മാർക്ക് നിർമ്മിച്ചു നൽകാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമാണിത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ലൈസൻസ് ഇല്ലാത്ത വെടിയുണ്ടയും വീട്ടിൽ നിർമ്മിച്ച മദ്യവും കൈവശം വെച്ച കേസിൽ ഡോക്ടറും പൈലറ്റും ഉൾപ്പെടെ 2 എയർലൈൻ ജീവനക്കാരെ കുവൈറ്റ് സുരക്ഷാ അധികൃതർ അറസ്റ്റ് ചെയ്തു. ഡോക്ടറുടെ ലഗേജിൽ നിന്ന് 64 വെടിയുണ്ട കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പൈലറ്റും പിടിയിലാവുകയായിരുന്നു. പൈലറ്റിന്റെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ 500-ലധികം വെടിയുണ്ടയും 87 മദ്യക്കുപ്പികളും മദ്യനിർമ്മാണ ഉപകരണങ്ങളും കണ്ടെത്തി. പ്രതികളെ നിയമ നടപടികൾക്കായി കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തളിപ്പറമ്പ് മണ്ഡലം കുവൈറ്റ് KMCC പ്രവർത്തക സംഗമവും അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. അബ്ബാസിയ ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ റഷീദ് പെരുവന അധ്യക്ഷനായി. KMCC സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷ്ഹൂർ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്ബാൽ മാവിലടം മുഖ്യപ്രഭാഷണം നടത്തി. KKP ഉമ്മാർകുട്ടി അനുസ്മരണ പ്രഭാഷണവും നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബഹ്റൈനിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. OICC ബഹ്റൈൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ രക്തം നൽകി. ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും സംസാരിച്ചു. ദക്ഷിണാഫ്രിക്കയിലേക്ക് നടക്കുന്ന G20 ഉച്ചകോടിയിലേക്ക് ഖത്തർ അമീറിന് ക്ഷണം. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിക്ക് ക്ഷണക്കത്തയച്ചത്. നവംബർ 22-23 തീയതികളിൽ ജോഹന്നസ്ബർഗാണ് ഉച്ചകോടിക്ക് വേദിയാവുന്നത്. കഴിഞ്ഞ വർഷം ബ്രസീലിൽ നടന്ന ഉച്ചകോടിയിലും അമീർ പങ്കെടുത്തിരുന്നു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലാ നിവാസികളുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ, വിനോദ പരിപാടികൾ എന്നിവ നടന്നു. 100-ലധികം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ധനേഷ് മുരളി, ബോണി മുലപ്പാംപള്ളി എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ഒമാനിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിഭാഗം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മലയാളം വിഭാഗം ഹാളിൽ മൗനാഞ്ജലിയോടെയാണ് യോഗം ആരംഭിച്ചത്. ടീന ബാബു, സതീഷ് കുമാർ, കൃഷ്ണേന്ദു S തുടങ്ങിയവർ സംസാരിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന കൊല്ലം പുത്തൂർ സ്വദേശി ബിജിൻലാൽ ബൈജു സൗദിയിലെ ജീസാനിൽ മരിച്ചു. കഴിഞ്ഞ ദിവസം സബിയ ഗ്യാസ് സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ സംസ്കരിക്കും. ഷാർജയിലെ മലയാളി ദമ്പതികളുടെ മകൻ UK-യിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശി ജസ്റ്റിൻ പെരേരയുടെയും വിൻസയുടെയും മകൻ ജെഫേഴ്സൺ ജസ്റ്റിനാണ് മരിച്ചത്. ഷാർജയിലും കേരളത്തിലുമായി പഠനം പൂർത്തിയാക്കിയ ജെഫേഴ്സൺ UK-യിലെ ലീഡ്സിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു. ലീഡ്സ് NHS ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഷാർജയിൽ എത്തിച്ച് സംസ്കരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. തൃശൂർ പാവറട്ടി സ്വദേശി ഷാജി പട്ടാളി ദോഹയിൽ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ ഹമദ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഖത്തർ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പരേതനായ അപ്പുക്കുട്ടൻ മാസ്റ്ററുടെയും റിട്ടയർഡ് അധ്യാപിക ലീല ടീച്ചറുടെയും മകനാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ബഹ്റൈനിലെ ഷെയ്ഖ് ഹമദ് പാലത്തിൽ നിന്ന് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഏഷ്യക്കാരനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡാണ് മൃതദേഹം കണ്ടെടുത്തത്. പാലത്തിൽ നിന്ന് ഒരാൾ കടലിലേക്ക് ചാടിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡ് ഉടനടി തെരച്ചിൽ ആരംഭിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല.